ഹലോ ഗൈസ്, നമുക്കിന്ന് കരിമീൻ പൊള്ളിച്ച് നോക്കിയാലോ. ഇതിനായിട്ട് കഴുകി വൃത്തിയാക്കി കരിമീനിലേക്ക് ഞാനിവിടെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ വരഞ്ഞു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ശരിക്കും പിടിക്കാനാണ്. നമ്മളിവിടെ ഒരു ബേസിക് മാഗ്നേഷൻ മാത്രമാണ് ചെയ്യുന്നത്. ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രം ഇട്ടിട്ടാണ് നമ്മൾ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം ഇത് ഭയങ്കര ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. രണ്ട് സൈഡും ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊള്ളിക്കുമ്പോൾ അതിനകത്ത് കിടന്ന് ഇത് വീണ്ടും വേവുമല്ലോ. ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ചെറുതായി അരിഞ്ഞ സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇവ ചേർത്ത് വഴറ്റാം. ഈ വഴറ്റിയതിലേക്ക് ഒരു വലിയ തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള നിങ്ങൾ വലിയ തക്കാളിയുടെ പൊടികൾ ചേർക്കാം. ഞാനിവിടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ അളവ് പറയാനായിട്ട് എനിക്കറിയില്ല. ഞാനിവിടെ 2 മീനാണല്ലോ എടുത്തേക്കുന്നത്. പിന്നെ അത് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി തലപ്പാലും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് പൊള്ളിക്കുമ്പോൾ നല്ല ഒരു ഫ്ലേവർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് തേങ്ങാപ്പാൽ ഒഴിക്കുന്നത്. ഇനി വാട്ടി വെച്ച വാഴയിലയിലേക്ക് ആവശ്യത്തിന് മസാല നമ്മൾ ആദ്യം ലെയർ ചെയ്യുക. അതിൻ്റെ മുകളിലേക്ക് മീൻ വയ്ക്കുക. ഇനി മീനിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ ഈ മസാല വെച്ച് കോട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ വാഴയില നന്നായിട്ട് 4 സൈഡും മടക്കി, ഞങ്ങളിവിടെ ഒരു വാഴയിലയുടെ നാര് കൊണ്ട് തന്നെയാണ് കെട്ടിയിരിക്കുന്നത്. അങ്ങനെ കെട്ടുക. എന്നിട്ട് വേറൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് നമ്മളിത് 2 സൈഡും 5 മിനിറ്റ് വീതം 2 സൈഡും മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് പൊള്ളിച്ചെടുക്കാം. ഞാൻ പറയാൻ പറ്റില്ല, നല്ല ടേസ്റ്റാണ്. അത്രയും ടേസ്റ്റ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. ഈ കുഞ്ഞി കൈ കണ്ടില്ലേ, അതെൻ്റെ മോളുടെയാണ്.